അടുത്ത ഒരാൾ വന്നോട്ടെ. സർ, ഞാൻ സഫയാണ്. നേരത്തെ സാറിനോട് സംസാരിച്ച ആളാണ്. പിന്നെ ഞാന് MSc CFT കോഴ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഞാന് ചെറിയൊരു ഡൗട്ട് ആയിട്ടാണ് വന്നത്. അതായത് പിന്നെ ചെറിയ ഒരു ബേബി ഉണ്ട്. അപ്പോ എന്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും കാരണവശാല് പ്രാക്ടിക്കൽസ് ഏതെങ്കിലും കിട്ടാതെ വന്നാ, അറ്റൻഡ് ചെയ്യാതെ വന്നാല്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാല് നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു പിന്നെ അസിസ്റ്റൻസ് ഉണ്ടാവോ? തീർച്ചയായും. എന്താണ് അതിന് സംശയം? അതായത് നിങ്ങളെ പെരുവഴിയിലാക്കാനുള്ളതല്ല, നിങ്ങളെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല കൈത്താങ് തരാൻ നിങ്ങൾക്കൊരു അക്കാഡമിക് കൗൺസിലർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എംനോട്സിലെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എന്നുള്ള MSc കൗൺസിലർ ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ് നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലേ? അതെ അതെ സർ, കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപ്പൊ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതല്ല ഒന്ന് തന്നെ. നമുക്ക് സിംഗിൾ മുഖമാണ്, ഇരട്ട മുഖം ഇല്ല. പ്രാക്ടിക്കൽ മിസ്സായാൽ, പക്ഷേ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഗതി ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ മാനുവൽ നന്നായി വായിക്കണം. അത് മുബാറക് മാഷ് വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, ഒരിക്കലും ചെയ്യില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നുള്ളതാണ് ഓരോ കൗൺസിലറുടെയും റോൾ. നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നമായാൽ നമുക്ക് അവസാനം കുതിരവട്ടം, ഒരു കുതിരവട്ടം ഒന്നും പോരാ, ഒരുപാട് കുതിരവട്ടം വേണ്ടി വരും നമുക്കൊക്കെ, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്. ഓക്കെ, നമുക്കുണ്ടാകുന്ന മാനസികമായ വെല്ലുവിളികളെ നമ്മൾ തന്നെ ഓവർകം ചെയ്ത് കഴിയുന്നത്ര ഹല്ലി വല്ലി ആക്കണം. ഞാൻ MSc CFT എടുക്കാനുണ്ടായ കാരണം പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോളും. സാറിന്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തത്. ഓക്കെ, ഒരു കാർഡിയാക് അറ്റാക്ക് വന്ന, ലെഫ്റ്റ് സെൻസറി സ്ട്രോക്ക് വന്ന ഒരു മൂലയ്ക്ക് കിടന്ന വ്യക്തിയാണ് ഇപ്പോ ഇത്രയും ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള 35 ലക്ഷം വ്യൂ ഉള്ള ഒരു ചാനലിലൂടെ നമ്മൾ ഈ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും, തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ വേറെ ഒരാളിലേക്ക് പൊയ്ക്കോട്ടെ? ഓക്കെ, യെസ്, നെക്സ്റ്റ് വേറെ ഒരാൾ പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. BBA ഞാൻ ചെയ്യുന്നത്. പേര് ആദിത്യ. ആദിത്യ, ഒന്ന് ഫേസ് തന്നൂടെ, ആദ്യമായിട്ട് പരിചയപ്പെടുന്നതുകൊണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ അസൈൻമെന്റ്സ് 4 സബ്ജക്റ്റ് ആയിട്ടല്ല, അപ്പൊ അത് വെക്കുമ്പോ ഒരുമിച്ചല്ലേ വെക്കുക? അസൈൻമെന്റ് ഒന്നിച്ച് വെക്കണോ വെവ്വേറെ വെക്കണോ എന്നുള്ളതിന്റെ ഞാൻ വേറെ ഒരു തിരിച്ചൊരു ഉത്തരം തരട്ടെ. ഒന്നിച്ച് മാർക്ക് വേണോ വെവ്വേറെയായി മാർക്ക് വേണോ? ഒന്നിച്ച്. അപ്പൊ അതിന് ഉത്തരവില്ലേ? ഒന്നിച്ച് ഉത്തരം കിട്ടണം, മാർക്ക് മാത്രം ഒന്നിച്ച് കിട്ടണം, മറ്റത് ഘട്ടഘട്ടമായി അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. സിമ്പിൾ ആണ് കുട്ടികളെ, കാര്യങ്ങൾ വളരെ ഭീകരമൊന്നുമല്ല, എല്ലാം ലഘുവാണ്. ഓക്കെ, എംനോട്സിന്റെ എല്ലാറ്റിനും ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ഗ്രൂപ്പ് ഇനിയും നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പൊ മേജർ ആയിട്ട് ഒറ്റ ഗ്രൂപ്പ്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഒത്തുകൂടിയത്? എങ്ങനെ ഒത്തുകൂടി പറയൂ? ടെലഗ്രാം ചാനലിലൂടെ അല്ലേ? അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒറ്റ ഗ്രൂപ്പായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബേജാറാകണ്ട. എന്നാലും നിങ്ങളെ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. ഓക്കെ, ഇതിനെ സപ്ലിമെന്ററി ടു ഈച്ച് അതർ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ എന്ന് പറയും മാത്സില്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതാണ് പരിപാടി, തിരസ്കരിക്കുന്നതല്ല നമ്മുടെ പരിപാടി. ഓക്കെ, അടുത്ത ഒരാൾ. താങ്ക് യു, താങ്ക്സ് അ ലോട്ട്. ചോദിച്ചോളൂ. യെസ്, മിസ് ധന്യ. സർ, ഞാൻ ധന്യായിരുന്നേ. സർ,
സർ ഞാൻ MA സൈക്കോളജി സ്റ്റുഡന്റ് ആയിരുന്നേ. ഓക്കെ, ആയിരുന്നു എന്നോ ഇപ്പൊ അല്ലേ? ആണ്, അതെ അതെ ആണ്. എൻറോൾമെന്റ് നമ്പറിൽ ആദ്യത്തെ 4 അക്കം പറയൂ. 210 91 അതായത് 71 ജൂലൈ 300. 21 സ്റ്റുഡന്റ് ആണ്. അതെ അതെ സർ. റീജിയണൽ സെന്റർ ഏതാ? മാരിവാനിയസ് റീജിയണൽ സെന്റർ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഓക്കെ, പറഞ്ഞു. സ്റ്റഡി സെന്റർ. സാറേ നമ്മുടെ അസൈൻമെന്റുകള് നമ്മൾ എല്ലാ സബ്ജക്റ്റിനും എഴുതണ്ടേ നമുക്ക്? എന്താ, എല്ലാറ്റിന്റെയും മാർക്ക് വേണ്ടേ? അത് തന്നെ സാറേ, നമ്മുടെ 7 മോഡ്യൂൾ അല്ലേ നമുക്ക് ഉള്ളത് ഫസ്റ്റ് ഇയറിൽ. അപ്പൊ ആ 7 സബ്ജക്റ്റിനും നമ്മൾ എഴുതേണ്ടി വരുമോ? 7 എണ്ണത്തിന് മാർക്ക് വേണ്ടേ? വേണം സാർ, അല്ലാതെ സംശയം കൊണ്ട് ചോദിച്ചത്. 7 എണ്ണത്തിന് മാർക്ക് വേണ്ടേ? ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? കയ്യിൽ സ്വർണം വച്ചിട്ട് എന്തിനെന്നുള്ള ഒരു പരസ്യം കേട്ടിട്ടില്ലേ? നിങ്ങളുടെ കയ്യിൽ പ്രോഗ്രാം ഗൈഡോ അല്ലെങ്കിൽ പ്രോജക്ട് മാനുവലോ ഉണ്ടോ ഇല്ലേ? അത് പറയൂ. ഇല്ല സാറേ, ഞാൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രാമത്തെ മീറ്റിംഗിലാണ് പങ്കെടുക്കുന്നത്? ഇതിപ്പം 3ാമത്തെ. ഞാനത് നേരത്തെ എഴുതിയെടുപ്പിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട് സാറേ. പിന്നെന്തേ അത് ചെയ്തില്ല ഇത്രയും കാലമായിട്ട്? ചെയ്തില്ല സാറേ. അത് പണിഷബിൾ ആണ്. അടുത്ത മീറ്റിംഗിന് ഞങ്ങൾക്കൊക്കെ മിഠായി കൊണ്ടുവന്ന് തന്നാ മതി. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡൗൺലോഡ് ചെയ്യുക, എല്ലാവരും എഴുതിയെടുത്തോളൂ. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്, സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കി വെക്കുക എല്ലാവരും. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. സാറേ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ അസൈൻമെന്റ് എഴുതി തുടങ്ങണോ സാറേ? എഴുതി തുടങ്ങണം. അത് എല്ലാ മീറ്റിങ്ങിലും ഞാൻ പറയാറുണ്ടല്ലോ. ഐ മീൻ യൂട്യൂബിൽ കുറെ എണ്ണത്തിൽ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അസൈൻമെന്റ് അനുഗ്രഹമാണ്. ആരെയും കാത്തു നിൽക്കാതെ നമുക്ക് മുന്നോട്ട്, ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. ഓക്കെ, അതെങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് അതാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ഈ പ്രോഗ്രാം ഗൈഡൊക്കെ വായിച്ചു നോക്കൂ. അതിൽ പറയുന്നുണ്ട്, മിസ് യു ആർ ദ സ്റ്റുഡന്റ് ഓഫ് MAPC. മാനസിക ആരോഗ്യമാണ് അതിലെ ഏറ്റവും പ്രാധാന്യം. എന്നിട്ട് നിങ്ങൾ ഇത് മറ്റുള്ളവരിലെ പ്രയോഗിക്കണം. നിങ്ങൾ എക്സലന്റ് ആവണം, നിങ്ങൾ എമിനന്റ് ആവണം. നിങ്ങളുടെ എക്സലൻസി നാളെ അറിയപ്പെട്ടാലേ നാളെ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരികയുള്ളൂ. ഒരു MAPC സ്റ്റുഡന്റിന് നാളെ തന്നെ ഗവൺമെന്റ് ജോലിയൊന്നും കിട്ടൂലട്ടോ. ആരും അതിന്റെ പ്രതീക്ഷയിൽ ഇവിടെ ഇരിക്കണ്ട. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. If you are excellent, you are wanted. Otherwise you are discarded from the scene. ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾ വലിച്ചെറിയപ്പെടും. അപ്പൊ നിങ്ങൾ എക്സലന്റ് ആണോ അത് നിങ്ങൾ തെളിയിക്കണം. അങ്ങനെ നിങ്ങളെ പറ്റി നാട്ടുകാർ അറിയണം. മിസ് ധന്യ സൈക്കോളജിസ്റ്റ് എന്ന് അറിയപ്പെടണം. മുന്നില് ബോർഡ് വെച്ചിരുന്നിട്ട് പോരാ. ഹൈവേയിലെ ആളുകളെ ഹോട്ടലിൽ നിന്ന് ബോർഡ് വെച്ചിട്ട് ആളുകളെ വിളിച്ച് വലിച്ച് എടുക്കുന്നത് പോലെയല്ല. നമ്മുടെ നാട്ടിലെ ചില ചെറിയ ചെറിയ കുഗ്രാമങ്ങളിലുള്ള നല്ല മനോഹരമായ ചില ഹോട്ടലുകളില്ലേ, പഞ്ചുവേട്ടന്റെ ഹോട്ടൽ, ഹംസക്കാന്റെ ഹോട്ടൽ, അത് ദൂരെ ദിക്കിൽ നിന്ന് അടക്കം വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അതൊക്കെ എക്സലൻസിയാണ്, എമിനൻസിയാണ്. അങ്ങനെ എക്സലൻസി, എമിനൻസി നമ്മൾ കീപ്പപ്പ് ചെയ്യണം. ഇതിലുള്ള നോട്ട്സിലെ എല്ലാ സുഹൃത്തുക്കളും ആ ഒരു എക്സലൻസി കീപ്പപ്പ് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് തുഴയാം. നമ്മൾ എല്ലാവരും ഒന്നിച്ചുണ്ട്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഒരാൾ. ഏതിന്റെയാണ് സുഹൈൽ? MAPC ഫസ്റ്റ് ഇയർ 6 അസൈൻമെന്റ് അല്ലേ ഉള്ളൂ. നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡില് നിങ്ങൾക്കുള്ള പ്രോഗ്രാംസ് കൃത്യമായി വായിക്കുക. 6 എന്ന് ഞാൻ പറയുന്നില്ല, 7 എന്ന് ഞാൻ പറയുന്നില്ല, 5 എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഏതിനൊക്കെ അസൈൻമെന്റ് കോമ്പണന്റ് ഉണ്ട്, പ്രാക്ടിക്കൽ ഏതിനൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് വരെ എന്റെ വായിൽ നിന്ന് ഉത്തരം നിങ്ങൾക്ക് കിട്ടില്ല.
അല്ല, ഞാൻ എഴുതിയത് കൊണ്ട് പറഞ്ഞതാ. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ഉറപ്പുവരുത്തണം. അപ്പോഴാണ് അത് നിങ്ങളുടെ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ മുബാറക് മാഷ് 5 എന്ന് പറഞ്ഞു, സത്യത്തിൽ അത് 6 ഉണ്ടായിരുന്നു. അയ്യോ, അത് വേണ്ട, ആ പരിപ്പ് ഇവിടെ നടക്കില്ല. ഓക്കെ, സ്വയം കണ്ടെത്തി ചെയ്യണം. ഡിസ്കവറി ലേണിംഗ്. ഓക്കെ, അടുത്തൊരാൾ. ഹലോ സർ, ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ബാക്കിയായിട്ട് ഒരു ചെറിയ ഡൗട്ട് കൂടെ ഉണ്ട്. അതായത് ഇപ്പോ ജൂലൈയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് 6 മാസത്തിന് ശേഷം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ സെക്കൻഡ് ഇയറിന്റെ എക്സാം വരുമ്പോ അത് കറക്റ്റ് ടൈമിൽ തന്നെ എഴുതാൻ പറ്റത്തില്ല. എഴുതണല്ലോ. എഴുതിയില്ലെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞാൽ, അതിനാണ് ഞാൻ ജനറൽ ആയിട്ട് ഈ ഒരു വാക്ക്, ഇനിയിപ്പോ നേരെ 3ാമത്തെ വർഷം ചോദിച്ചോണ്ട് വരരുത്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് പീരീഡ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ഇയർ കോഴ്സ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കോഴ്സ് ആണെങ്കിൽ തേർഡ് ഇയർ, ഫസ്റ്റ് ഇയർ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ. അതിനെ ചുരുക്കിയിട്ട് ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചു, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് പീരീഡ്. ഓക്കെ, ആ കോഴ്സ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത 6ാമത്തെ മാസത്തിൽ, ഇനി ഈ 3 കൊല്ലം കഴിഞ്ഞിട്ട് 3.5 കൊല്ലം, 4 കൊല്ലം, 4.5 കൊല്ലം, 5 കൊല്ലത്തിലും ചെയ്തില്ല, നമുക്ക് 6ാമത്തതിലും ചെയ്യാം. പക്ഷെ ഒരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം കൂടി കുന്നുകൂട്ടി വെക്കുന്നത് മുബാറക് മാഷിന് ഇഷ്ടമല്ല. ഞാൻ നിങ്ങളെ ശകാരിക്കുന്നു. ഓക്കെ, അവസാനം എടുത്തു വച്ചിട്ട് എന്റെ മുമ്പിൽ കരഞ്ഞു വന്ന കുട്ടികളുണ്ട്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ. അതാണ് ഞാൻ ഇന്നത്തെ കേസ് സ്റ്റഡി പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം. അതാണ് സർ, എല്ലാം കഴിഞ്ഞു. ഒരു ചെറിയ ഒരു സംഗതി പറയട്ടെ, എല്ലാം കഴിഞ്ഞു സാർ, അറിഞ്ഞിരുന്നില്ല ആ പേപ്പറും കൂടി ഉണ്ട് എന്ന്. മിസ് ഡി ഗൾഫിലെ ഒരു ഉയർന്ന ജോലിയിൽ ഇപ്പൊ വർക്ക് ചെയ്യാണ്. അവർക്ക് പ്രൊമോഷൻ കാത്തിരിക്കുന്നു. കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ അപേക്ഷ തന്നു. കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുമ്പോ അവര് ഞാൻ പാസ്സാണ്, കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് എന്നോട് വാശി പിടിച്ചു, തർക്കിച്ചു 1 മണിക്കൂറോളം. എന്നിട്ട് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എടുത്തപ്പോ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അവർക്ക്, 4 ക്രെഡിറ്റ് ഉള്ള ഒരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിനെ പറ്റി ആ കുട്ടി ജീവിതത്തിൽ അറിഞ്ഞിട്ടേ ഇല്ല. കോഴ്സ് മൊത്തം കംപ്ലീറ്റ് ആയി, പീരീഡ് 6 കൊല്ലവും കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് കിട്ടുമോ? കിട്ടിയിട്ടില്ല. ഇനി എന്താണ് ആ കുട്ടിക്ക് ചെയ്യേണ്ടത്? ഒന്ന് മുബാറക് മാഷിന്റെ അടുത്ത് വന്നു, അത് വേറെ വിഷയം. ഞാൻ അതിന് പറഞ്ഞു കൊടുത്തു, പുതിയതായി ഒരു അഡ്മിഷൻ എടുക്കണം. പുതിയ അഡ്മിഷൻ എടുത്തിട്ട് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങണം. അപ്പൊ പുതിയ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ അഡ്മിഷൻ. ആ ഫസ്റ്റ് ഇയറിലെ അഡ്മിഷനിലെ ഫസ്റ്റ് ഇയർ കോഴ്സുകളൊക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചു. അതെല്ലാം കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് ഇയർ അഡ്മിഷൻ, സെക്കൻഡ് ഇയറിലെ കോഴ്സുകളൊക്കെ എടുക്കുന്നു. ഒരെണ്ണം എടുത്തിട്ടില്ല, അത് പൂർത്തിയാക്കാൻ 4 മാസം സമയം കൊടുക്കുന്നു. അങ്ങനെ അത് ആ 1 കൊല്ലത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ചുരുക്കത്തില് 2 പ്രാവശ്യം കോഴ്സ് ഫീ കൊടുത്ത് പിന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ ഫീയും കൊടുത്ത് ആ കുട്ടി അവസാനം ബിരുദം കരസ്ഥമാക്കും ആഫ്റ്റർ 2 ഇയർ. ആ ചെറിയ ഒരു കൈപ്പിഴ. അപ്പൊ നമ്മൾ കേൾക്കുന്ന, നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. മുബാറക് മാഷ് നോട്ട്സിലെ വീഡിയോയിൽ പറയുന്നത് കൈ നനയാതെ മീൻ പിടിക്കാമോ എന്നാണ്. നിങ്ങൾ ചെയ്യാതെ മറ്റൊരാളുടെ മേലെ പഴി ചുമത്തരുത്. നിങ്ങൾ ചിലപ്പോ പറയും സ്റ്റഡി സെന്റർ എന്നെ അറിയിച്ചില്ല, റീജിയണൽ സെന്റർ എന്നെ അറിയിച്ചില്ല. അതൊക്കെ നിങ്ങളുടെ കുതന്ത്രമാണ്. ഞാൻ ഇന്ന് വീഡിയോ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലെ തമ്പനെയിൽ പറയൂ ആരെങ്കിലും? ഇന്നത്തെ വീഡിയോയുടെ തമ്പനെയിൽ പറയൂ ആരെങ്കിലും? ആരെങ്കിലും? അപ്പൊ ആരും വീഡിയോ കാണുന്നില്ലേ? ആരും വീഡിയോ കാണുന്നില്ല. അത് ശരി, ക്ലാസ്സിന് മാത്രമേ എല്ലാരും ഉള്ളൂ, വീഡിയോസിന്റെ പിന്നിൽ ആരും ഇല്ല. പക്ഷെ എന്റെ ദീപിക മാം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ദീപിക മാം കണ്ടിരിക്കും. എന്താണ് മാം? വിവിധ
സർ എന്താണ് ഇന്നത്തെ തമ്പനെയിൽ വീഡിയോയുടെ? ക്ലാസുകൾ തുടങ്ങുന്ന വിധാണോ? ക്ലാസുകൾ തുടങ്ങിയോ? ക്ലാസുകൾ തുടങ്ങിയോ? അത് ഇന്നലെ. ഇന്ന് ക്ലാസുകൾ ലഭിക്കുന്ന വിധം. ക്ലാസുകൾ തുടങ്ങുന്നതല്ല, ക്ലാസുകൾ ലഭിക്കുന്ന വിധം. നിങ്ങൾ വിചാരിക്കും ഒരു ഉസ്താദ് നിങ്ങളെ വന്ന് ക്ഷണിക്കും, ക്ലാസ്സിലെ അധ്യാപകൻ വന്നിട്ട് വാ 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 എന്ന് നിങ്ങളെ വിളിക്കും. ഓൺലൈൻ മെറ്റീരിയൽ, ഓൺലൈൻ സ്റ്റഡിയിൽ ഇല്ല. ഇഗ്നോയിൽ അങ്ങനെ വാ 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 എന്നിങ്ങനെ ക്ഷണിക്കൊന്നുമില്ല. ഇൻഫർമേഷൻ തരും, വേണമെങ്കിൽ വന്ന് എടുത്തോ. ഓക്കെ, ഇൻഫർമേഷൻ തരും, വേണമെങ്കിൽ വന്ന് എടുത്തോളൂ, ഇല്ലെങ്കിൽ ഓക്കെ, നേരത്തെ ഞങ്ങൾക്ക് പോകാം. PSC കിട്ടുന്നത് വരെ പരിശ്രമം, ശേഷം വിശ്രമം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നു ക്ലാസുകൾ ലഭിക്കുന്ന വിധം. ഈ ഗ്യാൻ ഘോഷ്, ഈ ഗ്യാൻ ധാര, ഈ ഗ്യാൻ വാണി, ഈ ഒപ്പം തന്നെ ഗ്യാൻ ദർശൻ, ഗ്യാൻ ഉദ്യമി, അതിന്റെ ഇടയിൽ മാത്രം ഒന്നാണ് ഫേസ് ടു ഫേസ് ക്ലാസ്. ഓക്കെ, ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനി 10 മിനിറ്റ് കൊണ്ട്, ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു സമയമായതുകൊണ്ട് ഒരു 10 മിനിറ്റിൽ നമ്മുടെ ഈ ഇന്നത്തെ യോഗം അവസാനിപ്പിക്കണം. ഞാൻ കുറച്ച് സംഗതികൾ വേഗം ഓടിച്ചു വിടുകയാണ്. അസൈൻമെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇഗ്നോ ക്ലാസുകൾ നൽകുന്ന വിധം ഇഗ്നോ ഓൾറെഡി വെബിൽ തന്നിട്ടുണ്ട്. നമ്മളാണ് ക്ലാസിന്റെ അടുത്തേക്ക് പോകേണ്ടത്. വരൂ 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 എന്ന് പറഞ്ഞ് ആരെയും ക്ഷണിക്കുകയൊന്നുമില്ല. നിങ്ങളാണ് സമീപിക്കേണ്ടത്. റീജിയണൽ സെന്ററിനെ സമീപിക്കണം. ഇഗ്നോ റീജിയണൽ സെന്ററിനെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ ഏത് നേരവും മുബാറക് മാഷിനെ ഫോൺ ചെയ്യുന്നത് പോലെയല്ല. ഇഗ്നോയുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് വേണ്ടത് ചെയ്യണം. ഓൺലൈൻ ക്ലാസ്സുകൾ മലയാളത്തിൽ ലഭ്യമാണോ? ഞാൻ ഈ 60 ചോദ്യങ്ങളും ഉത്തരം പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ മലയാളത്തിൽ ലഭിക്കുമോ? മലയാളത്തിലെ നോട്ട്സിൽ ലഭിക്കും. അത് നമ്മുടെ പ്രിയപ്പെട്ട കോ അഡ്മിന്മാർ നൽകുന്നുണ്ട്. അവർക്ക് നല്ല പിന്തുണ കൊടുക്കുക. പുതിയതായി കോ അഡ്മിന്മാർ ആകാൻ സാധ്യതയുള്ളവർ എന്നെയോ അതുപോലെ മറ്റു കോ അഡ്മിന്മാരെയോ ബന്ധപ്പെടുക. അവര് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. ഹൗ ടു ഡൗൺലോഡ് ഈ ഗ്യാൻ ഘോഷ്. ഈ ഗ്യാൻ ഘോഷ് ഡൗൺലോഡ് ചെയ്യുന്ന വിധം വിവിധ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക, കൃത്യമായി മനസ്സിലാവും. ഐ ഡോണ്ട് ഗെറ്റ് ബുക്ക്, ബേജാറാകണ്ട. ഐ ഡിഡ്ന്റ് ഗെറ്റ് ബുക്ക്. ഓക്കെ, ബേജാറാകണ്ട. ബുക്ക് ഇതാണ് പ്രശ്നം. അത് വരും, ഉടൻ തന്നെ വരും. പ്ലീസ് ഹെൽപ്പ് ടു ഇംപ്രൂവ് മൈ സ്റ്റഡി. ഞാൻ ഹെൽപ്പ് എങ്ങനെ ചെയ്യണം? കൗൺസിലിങ്ങിന് വിധേയമായിക്കോളും, ഞാൻ താങ്കളെ സഹായിക്കാം. ഓക്കെ, ഗെറ്റ് എനി ക്ലാസ്സസ്. യെസ്, തീർച്ചയായും ക്ലാസ്സുകൾ കിട്ടും. ഇഗ്നോയിലെ ക്ലാസ്സുകൾ കിട്ടുന്ന വിധമാണ് ഗ്യാൻ ഘോഷിലൂടെ, ഗ്യാൻ ധാരയിലൂടെ, യൂട്യൂബിലൂടെ പലതരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നു. അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം നോട്ട്സ് നിങ്ങൾക്ക് നൽകുന്നുമുണ്ട്. ജൂലൈ 2019 സ്റ്റുഡന്റ്, ആം ഐ പ്രൊമോട്ടഡ്? ഈ ഒരു പ്രൊമോഷനെ പറ്റിയുള്ള ഒരു വല്ലാത്ത തെറ്റിദ്ധാരണ എല്ലാവരുടെ കയ്യിലും ഉണ്ടട്ടോ. ഞാൻ പറയാറ് പ്രൊമോഷനിലേക്ക് വേണ്ടി ആരും കാത്തു നിൽക്കേണ്ട, പരീക്ഷ എഴുതൂ എന്നാണ്. പ്രൊമോഷന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വേറെ ഒരു കുരുക്കുണ്ട്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പ്രൊമോഷൻ തേർഡ് ഇയറിലെ മാർക്കിനെ ആസ്പദമാക്കിയിട്ടാണ്. തേർഡ് ഇയറിലെ ഒരു പേപ്പറിൽ തോറ്റാൽ എന്ത് സംഭവിക്കും? സി ജാക്ക്. അതെ മാഷേ, ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണിത് ഈ ഗ്രൂപ്പില്. പിന്നെ ഞാൻ BCAക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നു. അത് എങ്ങനെയാണ് അതിന്റെ ക്ലാസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ. ഉണ്ട് സാർ. ആ ബന്ധം നല്ല ദൃഢമാക്കുക. ഓക്കെ, ശരിയാക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഓൺലി 1 അസൈൻമെന്റ് ഫോർ ഈച്ച് കോഴ്സ്. ഒരു പ്രസക്തമായ ചോദ്യമാണ് കേട്ടോ. ഒരു PG MAH കാരൻ ചോദിച്ച ഒരു ചോദ്യമാണ്. സാർ 5 ചോദ്യം തന്നിരിക്കുന്നു അസൈൻമെന്റില്. ഒരു ചോദ്യം അത്തരം എഴുതിയാൽ മതിയോ എന്നാണ് ചോദ്യം. മനസ്സിലായോ? അതിന്റെ വലതു ഭാഗത്ത് 20 എന്ന് പറഞ്ഞ് മാർക്ക് കാണും സുഹൃത്തെ. ആ ഒരെണ്ണത്തിന്റെ ഉത്തരം എഴുതിയാൽ 20 മാർക്കിൽ മാക്സിമം മാർക്ക് 18, 17, 15 കിട്ടും. അത്ര മതിയെങ്കിൽ ആ 1 മതി. ആ ചോദ്യ പേപ്പർ നന്നായി വായിച്ചു നോക്കൂ. അസൈൻമെന്റിന്റെ ചോദ്യ പേപ്പർ നന്നായി വായിച്ചു നോക്കൂ. അറ്റംപ്റ്റ് ആൾ ക്വസ്റ്റ്യൻസ് എന്ന ടൈറ്റിൽ എഴുതി ബോൾഡ് ലെറ്ററിൽ ആൾ എന്ന് കാണും. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം കുറയരുത്. ഒരു ചോദ്യം, അതിന് 20 മാർക്ക്. 20 മാർക്ക് മതിയെങ്കിൽ ആ 1 മതി.
100 മാർക്കിലും വേണമെങ്കിൽ അതിൻ്റെ ഉള്ള എല്ലാറ്റിലും ആ ചോദ്യം നന്നായിട്ട് വായിക്കുക, ഉത്തരം. അപ്പോ അവസാന നിമിഷത്തിലേക്ക് ഓടിപ്പടഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ കണ്ണൊക്കെ അന്താളിച്ചു പോയിട്ടുണ്ടാവും, മുറിയുടെ അകത്ത് എന്താണെന്ന് നമുക്ക് അറിയില്ല, തട്ടിമുട്ടി നമ്മൾ വീഴും. അപ്പൊ നല്ല കൂളായിട്ട് കാമായിട്ട് റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. സ്റ്റഡി സെന്ററും എക്സാം സെന്ററും ഒന്ന് തന്നെയാണോ? അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. all study centers are not examination centers. കേൾക്കുന്നുണ്ടല്ലോ ജാക്ക്? കേൾക്കുന്നുണ്ട്. All study centers are not exam centers, but all exam centers are study centers. Okay, understand. But in online method, your home is not study center. ഓൺലൈൻ മെത്തേഡിലെ വീട്ടിൽ വെച്ചായിരിക്കും ഇനി പരീക്ഷ. BCA ഓൺലൈനിലും ചെയ്യാം, പക്ഷെ ആ സർട്ടിഫിക്കറ്റിനോടൊപ്പം ഒരു സംഗതിയും കൂടി ഉണ്ടാവും, BCA OL. ആരെങ്കിലും നാളെ എന്തെങ്കിലും ചോദിക്കും, ഇതെന്താ ഒരു OL കൂടി ചേർത്തി വന്നിരിക്കുന്നു എന്ന്. അപ്പൊ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ, ഞാൻ ഈ മീറ്റിംഗിന്റെ തുടക്കത്തിൽ പറഞ്ഞ അത്രയും എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നിട്ട് വേണം അത് പ്രൂവ് ചെയ്താൽ ആ ആൾക്ക് മനസ്സിലാകാൻ. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ദെൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുമോ? തീർച്ചയായും. ഇഗ്നോ ഇപ്പൊ തന്നിരിക്കുന്ന അഡ്മിഷൻ എല്ലാം പ്രൊവിഷണൽ അഡ്മിഷൻ ആണ്. സ്റ്റഡി സെന്ററോ അല്ലെങ്കിൽ മറ്റൊന്നോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് എല്ലാം പ്രൂഫ് നോക്കിയിട്ട് ഡിസ്ക്രിപ്പൻസി ഒന്നുമില്ലാതെ അഡ്മിഷൻ തന്നിട്ടുണ്ടാകും. അപ്പൊ അതിൽ ബേജാറാകേണ്ടതില്ല. ഹൗ ടു റൈറ്റ് വർക്ക് ബുക്ക് ജേണൽ ഒക്കെ എഴുതുമ്പോൾ MSW, MSc CFT, MA സൈക്കോളജി തുടങ്ങിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രോജക്ട് ഗൈഡ് വായിച്ചു നോക്കിയിട്ട് വർക്ക് ബുക്കുകൾ ചെയ്യുക. അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യേണ്ട ഡേറ്റ് എപ്പോഴാണ്? പരീക്ഷയ്ക്ക് 3 മാസം മുമ്പ് അസൈൻമെന്റ് എഴുതി തുടങ്ങി വെക്കണം. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അസൈൻമെന്റ് വയ്ക്കണം. ഇതാണ് ശരിക്കുള്ള നിയമം. പക്ഷെ പരീക്ഷ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരീക്ഷയുടെ അപേക്ഷാ ഫീസ് വാങ്ങുന്നത് നിർത്തിയപ്പോഴും അസൈൻമെന്റ് 5 ദിവസത്തേക്കും കൂടി നമുക്ക് നീട്ടി തന്നിട്ടുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ചോദിച്ചോളൂ. അതായത് ഇതിന്റെ പ്രാക്ടിക്കൽ എങ്ങനെ വെച്ചായിരിക്കും നടക്കാറ്? കൃത്യമായിട്ട് സ്റ്റഡി സെന്റർ നിങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് ഇമെയിൽ തരും. വിളിച്ചു പറയില്ല, ഇമെയിൽ ചെക്ക് ചെയ്യണം കേട്ടോ. എഴുതിയെടുത്തോളൂ എല്ലാവരും. അതായത് ഞാൻ എക്സാം സെന്റർ കേരളത്തിൽ കൊടുക്കുകയാണെങ്കിലും ബാംഗ്ലൂരിൽ എനിക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. സ്റ്റഡി സെന്റർ എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? അത് നമ്മൾ വീട്ടിൽ നിന്ന് ഓൺലൈൻ ചെയ്യാൻ. നിങ്ങൾ റെഗുലർ ആണ്, ഓൺലൈൻ അല്ല. റെഗുലർ കുട്ടിക്ക് സ്റ്റഡി സെന്ററിൽ അങ്ങനെ ഒരു പുതിയ മെത്തേഡ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലേക്ക് ഇപ്പൊ നമ്മൾ പോയിട്ടില്ല. ഓക്കെ. ഹൗ ക്യാൻ ലേൺ, എങ്ങനെയാണ് പഠിക്കേണ്ടത്? അത് വല്ലാത്തൊരു ചോദ്യമായി പോയി. ഒരാൾ ചോദിച്ച ചോദ്യമാണ് ഹൗ ക്യാൻ ലേൺ. അതൊരു വല്ലാത്ത ചോദ്യമായി പോയി. നന്നായി പഠിക്കുക മക്കളെ, അത്രേ ഉത്തരം പറയാനുള്ളൂ. ക്ലാസ്സസ് ഫ്രം സ്റ്റഡി സെന്ററിൽ നിന്ന് ക്ലാസ്സുകൾ കിട്ടേണ്ടതാണ്. എങ്ങനെയൊക്കെ എത്ര ക്ലാസ് കിട്ടും അങ്ങനെ ഒരു വീഡിയോ നോട്ട്സ് തന്നിട്ടുണ്ട്. അതൊന്ന് ഒബ്സർവ് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാവും. ഹൗ വി ഗെറ്റ് ക്ലാസ്സസ് സ്റ്റഡി പറയൂ. പ്രാക്ടിക്കൽ ചെയ്യുന്നതിന്റെ മുന്നേ പ്രാക്ടിക്കൽസിന്റെ ക്ലാസ് ഉണ്ടാവോ? പ്രാക്ടിക്കൽസ് പരീക്ഷയ്ക്ക് മുമ്പോ പരീക്ഷയ്ക്ക് ശേഷമോ ഉണ്ടാകാം. ഒരു ഐഡിയ കിട്ടാൻ, പ്രാക്ടിക്കലിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടാൻ സ്റ്റഡി സെന്ററുമായാണ് തീരുമാനിക്കേണ്ടത്. സ്റ്റഡി സെന്റർ തീരുമാനിക്കും അക്കാര്യം. ഓക്കെ. ഹൗ വി ഗെറ്റ് ക്ലാസ്സസ് എല്ലാം തന്നെ ഓൺലൈനിലൂടെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്യുക. ഓൺലൈനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുക. പഴയ ക്ലാസ് പണ്ട് ആണ് ട്രഡീഷണൽ വേയില് ആ ക്ലാസിന്റെ അകത്തേക്ക് പ്രവേശനമില്ല. ഈ ക്ലാസിന്റെ അകത്ത് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇഗ്നോയിലെ ഓൺലൈനിലെ എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്ലാസ്സുകൾ എൻജോയ് ചെയ്യാം. യൂട്യൂബിലെ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. സ്വയം ജ്വലിക്കുന്ന ചാനലുകളുണ്ട്. നോട്ട്സ് സ്വയം പ്രഭയിലെ ഒരുപാട് സംഗതികൾ നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിന്മാർ തരുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യും, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ക്ലാസ്സസ് ഇൻ മലയാളം ഒരാളുടെ ചോദ്യമാണ്. ദയവ് ചെയ്ത് അത്തരത്തിലെ ചോദ്യങ്ങൾ ചോദിക്കരുത്. നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിച്ച്, ഇംഗ്ലീഷിൽ എഴുതി, ഇംഗ്ലീഷിൽ മാർക്ക് വാങ്ങിച്ച് ജീവിതം ഉയരണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം.
ഇപ്പൊ ചെയ്യുന്നത് പോലെ. Actually, now we are discussing not the SSLC plus 2 level, but we are dealing with a degree, PG, PhD, etc., etc. Now we want to speak in English, but for easy to understand, we are using Malayalam. That is only for handling methodology, easy to catch. But those are not our claim. Okay? അത് നമ്മുടെ അവകാശമല്ല. മലയാളത്തിൽ നമ്മൾ പറയുന്നു കേൾക്കുന്നു എന്ന് മാത്രം. ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക, ഇംഗ്ലീഷിൽ തന്നെ പ്രവർത്തിക്കുക. ഓക്കെ, നെയിം കറക്ഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? യൂണിവേഴ്സിറ്റിയുമായി അപ്രോച്ച് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ മുബാറക് മാഷിനെ പേഴ്സണലി വിളിക്കുക, ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു വിവരവും കിട്ടുന്നില്ല, വിവരം ഞാൻ തരാം. വളരെ സിമ്പിൾ ആണ്. SMS ആക്ടിവേറ്റ് ആണ് എന്നും ഇമെയിൽ കറക്റ്റ് ആണ് എന്നും ഉറപ്പുവരുത്തുക. അസൈൻമെന്റ് വിത്തൗട്ട് സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നുണ്ട് സുഹൃത്തെ ഓൺലൈനില്. സ്റ്റഡി മെറ്റീരിയൽ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് ബേജാറാകണ്ട. ഡൗൺലോഡ് ചെയ്യൂ സോഫ്റ്റ് കോപ്പി, എന്നിട്ട് പെട്ടെന്ന് അസൈൻമെന്റ് എഴുതൂ. അതിന്റെ ഉള്ളിൽ ബുക്ക് വരും. കൊറോണ എപ്പോ തീരുമെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, പെട്ടെന്ന് ഈ COVID-19 ഒരു ചെറിയ സിംറ്റം നമുക്കുണ്ട്. ഒരു മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് വേണം. എങ്ങനെ എത്തും? ഓൺലൈനിലെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യൂലേ? അതുപോലെ എന്തെങ്കിലും ദ്രുതഗതിയിൽ ചെയ്യുക, നമ്മുടെ കാര്യമാണ്. പരീക്ഷകൾ ഏത് മാസം നടക്കും എന്നാണ് ചോദ്യം. ഉത്തരം, കൊറോണ എപ്പോ കഴിയുമെന്ന് ആർക്കും നിശ്ചയമില്ല. പരീക്ഷ നടന്നിരിക്കും, ഫൈനൽ എക്സാം നടന്നിരിക്കും, ഒരു സംശയവും ഇല്ല. അതിന്റെ സ്ട്രാറ്റജി ഇഗ്നോ കൃത്യമായി നമുക്ക് വേണ്ട സപ്പോർട്ട് തരും. ആരെയും ഇടങ്ങേറുണ്ടാക്കാൻ ഇഗ്നോ നിൽക്കില്ല. ഓക്കെ, ഫസ്റ്റ് ഇയർ മാർക്ക് ഡു നോട്ട് കൺസിഡർ ഫോർ അവർ ഫൈനൽ റിസൾട്ട്. തീർച്ചയായും ഫസ്റ്റ് ഇയർ റിസൾട്ട്, സെക്കൻഡ് ഇയർ റിസൾട്ട് എല്ലാം തന്നെ ഫൈനൽ ഇയർ റിസൾട്ടിനെയും ബാധിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയില് ഫസ്റ്റ് ഇയറിൽ കുറച്ച് മാർക്ക്, സെക്കൻഡ് ഇയറിൽ കൂടുതൽ മാർക്ക്, എല്ലാം കൂടി ഒരു ആവറേജ് മാർക്ക് നമ്മൾ രക്ഷപ്പെട്ടു. അത് ഇഗ്നോയിലില്ല. ഞാനൊക്കെ ഡിഗ്രി പഠിക്കുമ്പോ ഫസ്റ്റ് ഇയറിൽ 2 ഇംഗ്ലീഷ്, സെക്കൻഡ് ഇയറിൽ 1 ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ചിലർക്ക് ഫസ്റ്റ് ഇയറിൽ 1 ഇംഗ്ലീഷ്, സെക്കൻഡ് ഇയറിൽ 2 ഇംഗ്ലീഷ്. ഈ 3ലും കൂടി 105 കിട്ടിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലുള്ള 2 പേപ്പറിൽ 104 കിട്ടി. രണ്ടാമത്തെ വർഷത്തിലുള്ള 1 പേപ്പറിൽ 1 മാർക്ക് കിട്ടി. 3ഉം കൂടി 105 കിട്ടി. നീ ഇംഗ്ലീഷിലെ പാസ്. പക്ഷെ ഇഗ്നോ അങ്ങനെയല്ല. ഓരോന്നിലും 35 മാർക്ക് ഡിഗ്രിക്ക്, ഓരോന്നിലും 40 മാർക്ക് PGക്ക്. പ്രാക്ടിക്കലിന് ചിലത് 50 മാർക്ക്, 2 ഇരട്ട മൂല്യനിർണയം, ചിലത് 3 മൂല്യനിർണയമുള്ള അസൈൻമെന്റുകളും ഉണ്ട്. അപ്പൊ നന്നായി പ്രോജക്റ്റ് ഗൈഡ് വായിക്കുക, പ്രോഗ്രാം ഗൈഡ് വായിക്കുക. അതിൽ കൃത്യമായി വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിനെ മാത്രമാണ് ഫോളോ ചെയ്യേണ്ടത്. അത് ഫോളോ ചെയ്യാതെ കുറുക്ക് വഴി അന്വേഷിച്ച് പോകരുത്. അപ്പൊ ഫസ്റ്റ് ഇയറിലെ മാർക്കും സെക്കൻഡ് ഇയറിലെ മാർക്കും തേർഡ് ഇയറിനെ സ്വാധീനിക്കുമോ? നേരത്തെ ഒരു ചോദ്യം ചോദിക്കുന്നതിന്റെ ഇടക്കാണ് ജാക്ക് വന്ന് ഒരു ചെറിയ മുടക്കിയത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിലെ പ്രൊമോഷൻ എന്ന് വിചാരിക്കുക, സെക്കൻഡ് ഇയറിലെ പ്രൊമോഷൻ. പക്ഷെ പ്രൊമോഷൻ ആയതിന്റെ മാർക്കൊന്നും സർട്ടിഫിക്കറ്റിലൊന്നും ഇപ്പൊ റിഫ്ലക്ട് ചെയ്തിട്ടില്ല, ഒക്കെ ബ്ലാങ്ക് ആണ്. തേർഡ് ഇയറിലെ മാർക്ക് അനുസരിച്ച് ആ മാർക്ക് തരപ്പെടും. തേർഡ് ഇയറിൽ നിങ്ങൾ തോറ്റാലോ, ആ തോറ്റതിന്റെ ആവറേജ് എന്താ? തോൽവി. അപ്പൊ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തോൽക്കും. ആ പണിക്ക് നിൽക്കണോ? നോട്ട്സിലെ മുബാറക് മാഷ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കൈ നനയാതെ മീൻ പിടിക്കണ്ട, നമുക്ക് പരീക്ഷ എഴുതാം, പരീക്ഷയെ നമുക്ക് പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വാച്ച് ചെയ്യുക, പരീക്ഷ എഴുതുക. പരീക്ഷയെ പേടിച്ചിട്ട് മാറി നിന്ന് ഒരിക്കലും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പരിപാടി പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ നിർത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ 2-3 പേർക്ക് ഞാൻ അവസരം നൽകുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു ഇവാലുവേഷൻ ഫീഡ്ബാക്ക് നൽകാൻ വേണ്ടി നിങ്ങൾ ഫേസ് തന്നിട്ടൊന്ന് സംസാരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഫേസ് തരാൻ മടിയുള്ളവർ ഫേസ് തരണമെന്നില്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആവശ്യമുണ്ട്. ജസ്റ്റിൻ ഒന്ന് വരൂ കുട്ടി. സാറേ, അതിനു മുമ്പ് ഒരു ചോദ്യം കൊടുക്കട്ടെ സാറേ? ഞാൻ ജോസ്മി. ജോസ്മി പറഞ്ഞോളൂ മാം. പിന്നെ ഈ അസൈൻമെന്റിന്റെ കാര്യം സാറ് പറഞ്ഞല്ലോ, അതിപ്പോ ഞാനിങ്ങനെ ഒരു ഇത് കേട്ടു, നമ്മൾ ഈ കിട്ടുന്ന മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എഴുതിയാൽ മതിയോ അതോ അനുഭവമാണ്? പഠനം ഒരു വലിയ സംഗതിയാണ്. നിങ്ങളിപ്പോ അധ്യാപികയല്ലേ മാം?
അതെ. സ്കൂളിലല്ലേ? ഏത് സ്കൂളിലാണ് എന്നുള്ളത് എക്സ് എന്നുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഓക്കെ. ടെക്സ്റ്റ് മെറ്റീരിയലിൽ ഉള്ളത് മാത്രം എഴുതിയാലേ നിങ്ങൾ മാർക്ക് കൊടുക്കുകയുള്ളൂ, അതോ അതിന്റെ ഉപരിയായി കുട്ടി മനോഹരമായി ഒന്ന് കണ്ടെത്തി കൊണ്ടുവന്നാൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യില്ലേ? ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടി, ഇങ്ങനെ ഒരു only one tool. ഓക്കെ. among all others. ഓക്കെ സാർ. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരു ഇങ്ങനെ കേട്ടേക്കുന്ന ഒരു ഇതാണ്, ഒരു നോഷനാണ്. കാരണം ഇപ്പൊ ഇഗ്നോയുടെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മള് വലിയധികമൊന്നും വായിക്കില്ല. ഇതിന്റെ അത് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഇഗ്നോ ഈ മാർക്ക് കൊടുക്കുന്നത്. ഇത് ശരിയോ തെറ്റോ? അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയാ. ഒരു 100 പള്ളിയുടെ അഡ്രസ് ഞാൻ കൊടുക്കാം. വിഡ്ഢികൾ പറയുന്നു അതൊക്കെ. ആ പറയുന്നവരെ പുച്ഛത്തോട് കൂടിയിട്ടേ എനിക്ക് സമീപിക്കാൻ പറ്റൂ. ഇഗ്നോയിലെ അധ്യാപകരെന്ന് പറയുന്നവരെ PhD ഉള്ള 10 കൊല്ലത്തെ സർവീസ് ഉള്ള കാച്ചിക്കുറുക്കിയ അധ്യാപകരാണ്. ഓസിയിലെ ഇങ്ങനെ ഒറ്റ 1 സിറ്റിംഗിൽ വന്നിട്ടുള്ള കപടധാരികളല്ല. കാച്ചിക്കുറുക്കിയ പൊന്നുകളാണ് ഇഗ്നോയിലെ അധ്യാപകർ. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കും. കാച്ചിക്കുറുക്കിയ പൊന്നുകളാണ്. അതിന്റെ ഒരു സെലക്ഷൻ കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് നോക്കിയാൽ അറിയാം. ഓക്കെ മാം. സാർ ഒരു ഡൗട്ട് കൂടി ഉണ്ട് സാർ. പറയൂ സിജാക്ക്. അതായത് ഞാൻ ഇപ്പൊ ബാംഗ്ലൂരിലുള്ള സമയത്തെ ഇപ്പൊ ഈ 3 വർഷത്തിനിടയിലേക്ക് നാട്ടിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡി സെന്റർ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. 1000 വട്ടം നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിനക്ക് സ്റ്റഡി സെന്റർ ഇങ്ങോട്ട് മാറണോ മാറ്റിത്തരാന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോണോ മാറ്റിത്തരാൻ പറഞ്ഞു. പോരെ? ഓക്കെ ഓക്കെ സാർ. ഇത് എത്ര വട്ടം പറഞ്ഞതാടാ? ആ ശരി, ഓക്കെ. അടുത്ത ആൾ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ഒരാൾ പറഞ്ഞോളൂ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ ജസ്റ്റിൻ പറഞ്ഞോളൂ. സാറേ ഞാനാണെങ്കിൽ സ്റ്റഡി സെന്റർ ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാന്ന് വെച്ചു. പക്ഷെ എനിക്ക് മെയിൽ വന്നതിനകത്ത് അവരുടെ കോൺടാക്ട് നമ്പറും അങ്ങനെ ഒന്നും വന്നിട്ടില്ലേ? അത് വരില്ല. നമ്മൾ കണ്ടെത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ ഓക്കെ. നമ്മൾ കണ്ടെത്തണം. വി വാണ്ട് ടു ഡു. അത് ഇന്നത്തെ മീറ്റിംഗിൽ മുഴുവനും ഞാൻ നം ആണല്ലോ പറഞ്ഞത്. മുബാറക് ഒരിക്കലും ലാ 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 പറയാറില്ല. ഒക്കെ നമ്മെ പറയല്ല. ചെയ്യണം ചെയ്യണം ചെയ്യണം. നെഗറ്റീവ് തോട്ട് ഉള്ളവരാണ് നെഗറ്റീവായിട്ട് പറയുക. ഞാനൊരു പോസിറ്റീവ് തോട്ടറാണ്. ചെയ്യണം ചെയ്യണം ചെയ്യണം, കൂടുതൽ കൂടുതൽ കൂടുതൽ. അതാണ് എന്റെ ശൈലി. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നത്തെ പരിപാടിയെ പറ്റി ഒന്ന് ഇവാലുവേഷൻ തുടങ്ങിക്കോളൂ ജസ്റ്റിൻ. ആദ്യത്തെ മെമ്പറാണ് ഇന്നത്തെ മീറ്റിംഗില്. പറഞ്ഞോളൂ ജസ്റ്റിൻ. ഒന്ന് ജസ്റ്റിനെ ഞാനൊന്ന് കണ്ടോട്ടെ. ഒന്ന് ഫേസ് തരൂ. പറയും. ഓക്കെ, അതും എനിക്കറിയാം. അതും എനിക്കറിയാം. ബ്ലോഗർ ആണെന്നും അറിയാം. അല്ല അതുകൊണ്ടല്ല, വേറെ കുറച്ച് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക്. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. പറഞ്ഞോളൂ ജസ്റ്റിൻ, പറഞ്ഞോളൂ. ഇന്നത്തെ പരിപാടി എന്താണ് അഭിപ്രായം? എനിക്ക് അത്യാവശ്യം ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. സാർ അതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്ക് ഒരു ചെറിയ സംശയം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സാർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സാറാണോ സാറിന്റെ സ്റ്റാഫാന്ന് തോന്നുന്നു. അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് നമുക്ക് എല്ലാരും കൂടി കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് തോന്നിയത്. അപ്പം അതിനകത്ത് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓരോ മെസ്സേജ് വരുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ചോദിക്കും നമ്മുടെ മെസ്സേജ് നമ്മൾ നോക്കിയിരിക്കുക. അപ്പം നമുക്കൊരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ നല്ലതാണെന്നൊരു സജഷൻ. 1000 വട്ടം സമ്മതിക്കും. ഇപ്പൊ ഈ ഇൻസിഡന്റിൽ തന്നെ ഞാൻ ഒരു ഉത്തരം പറഞ്ഞോട്ടെ. ഞാൻ ജസ്റ്റിനെ പരിചയപ്പെടണം എന്ന് പറയുന്നു. ജസ്റ്റിന് എനിക്ക് ഫേസ് തന്നില്ല ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. ഇത് എല്ലാവർക്കും ഉണ്ടാവും ജസ്റ്റിൻ. റെസിപ്രോക്കൽ തോട്ട്, വ്യുൽക്രമ ചിന്ത. നമ്മുടെ മുമ്പിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫോട്ടോ വെക്കേണ്ട സ്ഥാനത്ത് ഒരു പുഷ്പം വെച്ചിട്ട് ഒരാൾ വെച്ചാൽ ഞാൻ എങ്ങനെ ആ ഗ്രൂപ്പ് ഫോം ചെയ്യും? അത് ശരി അല്ല, ഒരു ജസ്റ്റ് ഫോം താല്പര്യമുള്ളവരോട് അല്ല, അങ്ങനെ ഉള്ള ഒരു 1000 പേരുടെ ഒരു ഡാറ്റയിൽ നിന്ന് ഇയാളിനെ എങ്ങനെ വേർപെടുത്തും? ശരിയാണ്. അല്ല അപ്പം ഞാൻ സാറേ ഇപ്പം മറ്റേ നമുക്ക് തുടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിൽ അങ്ങനെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ വരുന്നില്ലേ? അതുകൊണ്ടാണല്ലോ ഗ്രൂപ്പ് ഫോം ആകാത്തത്. ക്ലിയർ? ഓക്കെ, ഇന്നത്തെ പരിപാടിയെ പറ്റി നമുക്ക് പറയാം. ബാക്കിയുള്ളത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അവസാനിപ്പിക്കണം. സാറേ ആ ഗ്രൂപ്പിലേക്ക് ഞങ്ങളെയും കൂടി ഒന്ന് ആഡ് ചെയ്യോ സാറേ? ആഡ് ചെയ്തിട്ടില്ല. അതിന്റെ ടൂൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇല്ല സാർ, കിട്ടിയിട്ടില്ല. ടെലഗ്രാം ഗ്രൂപ്പ് അയച്ചു തന്നിട്ടുണ്ട്.
ഇല്ല കിട്ടിയിട്ടില്ല സാർ. ഞാനിപ്പോ സെർച്ച് ചെയ്ത് നോക്കി. വാട്സപ്പ് ചെയ്യൂ, ഞാൻ ചെയ്യാം. സാറിന്റെ നമ്പർ തരുമോ? സാറിന്റെ നമ്പർ 7012 46 1727. 1727. 600 വീഡിയോയിലും എന്റെ നമ്പർ ഉണ്ട്. ഓക്കെ. യെസ്, പറഞ്ഞോളൂ ജസ്റ്റിൻ. ഒരു അവലോകനം, ഒരു 4 പേര് പെട്ടെന്ന്, ഒരു 2 മിനിറ്റ്. ഓക്കെ, ആരെങ്കിലും ഒരു 2 പേര് വന്ന് ഒരു അവലോകനം നടത്തൂ. യെസ്, രാജീവ്. യെസ്, വരൂ രാജീവ്. ഇന്നത്തെ പരിപാടിയെ പറ്റി ഒരു അവലോകനം. വളരെ ഞാൻ സൂക്ഷ്മമായിട്ട് ഒരു സെക്കൻഡ് സാറേ, ഒരു സെക്കൻഡ്. ഓക്കെ. ഇവിടെ ഒരു കുറച്ച് സൗണ്ട് ഉണ്ട്. ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആൻഡ് വീഡിയോ ഓൾസോ. ഞാൻ മുഴുവനായിട്ട് വന്നത് കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ മുഴുവനായിട്ട് കേട്ടു. അപ്പം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മള് പിന്നെ സാറിന്റെ തുടക്കം തന്നെ, അതായത് വളരെ എഫക്റ്റീവായ ഒരു രീതിയിലാണ് തുടക്കം. അതായത് ഒരാളുടെ ഈ യൂണിവേഴ്സിറ്റികളുടെ ജൂറിസ്ഡിക്ഷന്, അതുപോലെ തന്നെ നമ്മള് ഇതിന്റെ റെക്കഗ്നീഷൻ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഒരാൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളുടെ എല്ലാം തുറന്ന മറുപടികളാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കിപ്പം നേരത്തെ ഒരു മാഡം പറഞ്ഞ പോലെ നമുക്കിത് പല ടേംസും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. കൺവക്കേഷൻ, അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയാ, മാഷ് പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അതെ ടെക്നിക്കൽ ടേംസ്, ജാർഗൻസ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ മൊത്തത്തില് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും ആദ്യം പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഈ വിദ്യാഭ്യാസം, ഔപചാരിക വിദ്യാഭ്യാസം കുറെ മുമ്പ് മുടങ്ങിപ്പോയ ആളിൽപ്പെട്ട ആളാണ്. അപ്പൊ നമുക്ക് ഇതോടുകൂടി ഇപ്പം ഈ 10-40 വയസ്സ് കഴിയുമ്പോഴും ഇതിലേക്ക് കടന്നു വരാനും അതിന്റെ ഒരു ഊർജം സ്വീകരിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ്. അതായത് ഒരു വലിയ ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. വലിയ ആശങ്കകളൊന്നും ഇല്ലാതെ നമുക്ക് കുറെ കാലം ഇനി മരിക്കുന്നത് വരെ ഇതിൽ തുടരാമെന്നുള്ളതാണ്, മാഷിന്റെ കൂടെ തുടരാമെന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊക്കെ. അതിനൊരു ചെറിയ പേര് പറയട്ടെ. L cubed. ലൈഫ് ലോങ് ലേണർ. യെസ്, ഞാൻ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. പിന്നെ ഒരു സംശയം, ഏതായാലും ആത്മവിശ്വാസം ആണ് ഇതിൽ ഏറ്റവും പ്രധാന ഘടകം. അപ്പൊ അത് നിർമ്മിക്കാൻ, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ് അതിന്റെ സന്തോഷവും. പിന്നെ ഒരു കാര്യം ചോദിക്കുന്നത്, അഹങ്കാരമാണെന്ന് അറിയില്ല, ഒരു കോഴ്സ്, അതായത് ഒരു കോഴ്സ് ഇപ്പൊ നമ്മളിപ്പോ BA, ഞാൻ ഓണേഴ്സ് സൈക്കോളജിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനാണ് ഇപ്പൊ ഞാൻ ചേർന്നിരിക്കുന്നത്, അതായത് മാഷിന്റെ സഹായം തേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിലെ ഒരു 6 month കോഴ്സ് നമ്മൾ സൈമിൾട്ടേനിയസ്ലി നമുക്ക് അങ്ങനെ ഇഗ്നോയില് ചെയ്യാൻ കഴിയോ? അതെ, അതായത് ഇതിന്റെ കൂട്ടത്തിൽ മറ്റൊരു ഡിഗ്രിയോ മറ്റൊന്നുമല്ല, നമ്മളൊരു 6 month കമ്പ്യൂട്ടർ പ്രോഗ്രാം നമുക്കിപ്പം ഉണ്ടല്ലോ, CIT പോലെയുള്ളത് നമുക്ക് ചെയ്തൂടെ? ചെയ്യാം. അതിന് കാരണം എന്താണെന്നറിയാമോ? പരീക്ഷ ഏറ്റുമുട്ടില്ല എന്നുള്ള വ്യവസ്ഥയുടെ പേര്. അതെ. ഇപ്പൊ നിങ്ങൾ എടുക്കുന്നത് Jan 22 ബാച്ച്. Jan 22 പരീക്ഷ December 22 അണ്ടർ നോർമൽ കണ്ടീഷൻ. December 22 Jan 22 തന്നെ നിങ്ങൾ 6 മാസത്തെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എടുത്തു, CIT. നോർമൽ കണ്ടീഷനിൽ അതിന്റെ പരീക്ഷ വരേണ്ടത് June 22. രണ്ടും പരീക്ഷ ഏറ്റുമുട്ടില്ല. പക്ഷെ പരീക്ഷ ഏറ്റുമുട്ടും. എപ്പോഴറിയാമോ? June 22 4 പേപ്പറില് ഒരെണ്ണം കിട്ടാനുണ്ട് എന്ന് കരുതുക.
ഓക്കെ. ആ ഒരെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസംബർ 22-നോടൊപ്പം എഴുതാം. ആ ഉള്ള ദിവസം ഒരേ സമയത്ത് ഉച്ചക്ക് ഈ പരീക്ഷ, ഈ ഫസ്റ്റ് ഇയർ പരീക്ഷയും മറ്റതിന്റെ ആ പോയ പരീക്ഷയും ഒരേ ദിവസം വന്നാൽ നിങ്ങൾ തീരുമാനിക്കണം ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കണം എന്നുള്ളത്. അത് അടുത്ത 6-ാമത്തെ മാസത്തിൽ ചെയ്യാം. ഇഗ്നു അത് ആദ്യമേ പറയുന്നു എന്ന് മാത്രം. ഓക്കെ. അടിപൊളി. അടുത്ത ഒരാൾ. യെസ്, അടുത്ത ഒരാൾ. പറഞ്ഞോളൂ. അടുത്ത ഒരാൾ, ഒരു അവലോകനം. ഹലോ. ഓക്കെ, ദീപിക മാം, നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായും സർ. ഓക്കെ, വന്നോളൂ. ഇപ്പം ഈ പ്രോഗ്രാമിൽ ഇത്ര നേരം പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ തുടർന്നും നമ്മുടെ ഗ്രൂപ്പ് ഫോം ചെയ്യാനാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എല്ലാരും ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. വേഗം ഫോംസ് എല്ലാം സബ്മിറ്റ് ചെയ്തത് ചെറിയ പ്രശ്നം ഉണ്ടെന്നാ സാറ് പറയുന്നത്. അപ്പം അതെല്ലാരും ഒന്ന് റിവാലിഡേറ്റ് ചെയ്തിട്ട് വേഗം ചെയ്യുവാണെങ്കിൽ നമുക്കും വേഗം പഠിക്കാൻ തുടങ്ങാം. ഇപ്പോഴും കുറെയൊക്കെ പഠിച്ചു തുടങ്ങി നമ്മള്, എന്നാലും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പൊ എല്ലാരും പുതുതായി ഇന്ന് ജോയിൻ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാരും ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ എല്ലാരും ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് വേഗം പഠിച്ചു തുടങ്ങാം. എക്സാമിന് അധികം സമയമില്ലാന്നാ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാരും ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് സാറിന്. ഇപ്പൊ വീണ്ടും നമ്മള് ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ കണ്ടുമുട്ടുന്നതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, എംനോട്ട്സ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനികൾക്ക് നൽകുന്ന കൈത്താങ്ങിന്റെ ഭാഗമായി നൽകുന്ന ഇത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് ലേണിംഗിലെ ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും എംനോട്ട്സിന്റെ പ്രത്യേകിച്ച് എംനോട്ട്സ് യൂട്യൂബ് ചാനൽ, എംനോട്ട്സ് ടെലഗ്രാം ചാനലിലെ പ്രിയപ്പെട്ട അഡ്മിന്മാർക്കും കോ അഡ്മിന്മാർക്കും വേണ്ടി ഹൃദയപൂർവ്വം എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി പറഞ്ഞ് നിങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും വിടവാങ്ങുകയാണ്. 1000 നന്ദി, നമസ്കാരം. യോഗം അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ പെട്ടെന്ന്. സാർ, ഈ അസൈൻമെന്റിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് 6+6 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. അപ്പൊ 2 സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ പക്ഷെ അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ സിമ്പിൾ ആയ ആൻസർ ഒരു ഡയഗ്രാം വരയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു. മതിയാവുമായിരിക്കും. അതിന് വലിയ ഡയഗ്രാം ആക്കണ്ട, അതിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്താൽ മതി. അത്രേ അത് ഉണ്ടാവുകയുള്ളൂ. കണ്ടന്റിന്റെ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടന്റ്, ക്വാണ്ടിറ്റിക്കല്ല. ശരിയാ സാർ. ഞാൻ അതുപോലെ എനിക്ക് മറ്റൊരു സംശയം, ചില ഇതിന് നല്ല ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന്റെ മാർക്ക് തന്നിരിക്കുന്നത് ചെറിയ മാർക്ക് ആയിരിക്കും. ശ്രദ്ധിക്കും മാം, ഞാൻ ഇടപെടുകയല്ല. ഡോണ്ട് ബീറ്റ് ദ ബുഷ് എന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ. ഡോണ്ട് ബീറ്റ് ദ ബുഷ്. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ നമ്മൾ വാരിക്കൂട്ടി പോണ്ട. പ്രിസൈസ് ചെയ്യുക, മനോഹരമാക്കുക. അതിലെ നിങ്ങളുടെ ഒരു ആൻസി മാമിന്റെ കയ്യൊപ്പ് അതിൽ ചാർത്തുക. ഓൾ ദി ബെസ്റ്റ്. എത്ര പേജൊക്കെ വേണ്ട? അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ അസൈൻമെന്റ്. നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം അതിനെ മനോഹരമാക്കൂ. ആയിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.